വെൽക്കം ബാക്ക് ടു അച്ചൂസ് കളക്ഷൻസ്. എല്ലാ ഫ്രണ്ട്സിനും അച്ചൂസ് കളക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. പക്ഷെ ഈ റെസിപ്പി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടാളുമല്ല, പിന്നെ ആരാ കണ്ണാ ചെയ്യണേ? അച്ഛമ്മ. ഞങ്ങളുടെ അച്ഛമ്മയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. എന്താണ് റെസിപ്പി എന്നുള്ളത് കണ്ണം പറഞ്ഞു തരട്ടെ. കണ്ണം ഇവിടെ വാ, പറഞ്ഞെടുക്കൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അച്ഛമ്മയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ കാണിച്ചു തരാൻ പോവാണ്. ഈ മാങ്ങ അച്ചാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ഫേവറേറ്റ് അച്ചാറാണ്. കണ്ണ അത്രയും നേരം കസാരയിലെ കയറിണ്ടായിരുന്നേ. ഇപ്പൊ കണ്ണ കസാരയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അച്ഛമ്മയുടെ മാങ്ങ അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അച്ഛമ്മയുടെ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മളുടെ മുത്തശ്ശിമാരുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആവും. എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിന് ടേസ്റ്റ് ആവും. പക്ഷെ അവർ പറഞ്ഞു തരുന്ന കൂട്ടുകളൊക്കെ വെച്ചിട്ട് നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അത് ശരിയാവാറില്ല. അതൊരു പക്ഷെ അവരുടെ കൈപുണ്യം കൊണ്ട് മാത്രമായിരിക്കും. അപ്പൊ ഞങ്ങളുടെ അച്ഛമ്മയുടെ അതും കൈപുണ്യവും അത്ര പോലെ തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ആ കൂട്ടുകളൊക്കെ ഇട്ടാലും അത്രയും ടേസ്റ്റ് കിട്ടാറില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ അച്ഛമ്മയെ വെച്ചിട്ട് അച്ഛമ്മ നമുക്ക് ഇന്ന് എങ്ങനെയാണ് മാങ്ങച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതേ ഞങ്ങളുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ അച്ഛമ്മയുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് കൂട്ടുകൾ എന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് നമ്മളുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് കൂട്ടുകൾ നോക്കാം. അതിനു മുന്നേ നമുക്ക് അച്ഛമ്മേനെ ഒന്ന് പരിചയപ്പെടാം. അച്ഛമ്മ ഒരു ഹായ് പറയൂ. ഹായ്. അപ്പോൾ അച്ഛമ്മ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കൂട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാം കേട്ടോ. നമുക്ക് കൂട്ടുകൾ പരിചയപ്പെടാം. കൂട്ടുകൾ അച്ഛമ്മ എന്നെ പരിചയപ്പെടുത്തി തരും. ഇനി ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇത് മാങ്ങ നുറുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ നുറുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ അച്ഛമ്മ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാങ്ങ അച്ഛമ്മയ്ക്ക് അരിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് അരിയണതിനും കഷ്ണമാക്കണതിനൊക്കെ അച്ഛമ്മയ്ക്ക് ഒരു പരിവുണ്ട്. അത് നമ്മൾ എത്ര ആക്കിയാലും ശരിയാവില്ല. അതുകൊണ്ടാണ് അച്ഛമ്മേനോട് തന്നെ അരിയാൻ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ 1 കിലോ കോമാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞെടുക്കുകയാണ്. അരിയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മാങ്ങയൊക്കെ ഇതേ ഇപ്പോൾ ഇവിടെ പകുതി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മളുടെ മാങ്ങാണ്ടി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് വെച്ചിട്ട് മുരിങ്ങക്കായ വെച്ചിട്ട് ഈ മാങ്ങാണ്ടി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിത് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ അണ്ടി. ഇനി അച്ഛമ്മ ഇത് നുറുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചതുരാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് അച്ഛമ്മ മുറിച്ചെടുക്കാറ് കേട്ടോ. അപ്പോൾ അതേ അച്ഛമ്മ അത് മാങ്ങയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് മുറിച്ചത് അച്ഛമ്മ? ഇത്രയും വലിയ വലിപ്പത്തിലാണ് ഞങ്ങൾ മുറിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് ഇവിടെ അച്ഛമ്മ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മുറിച്ചെടുക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാട്ടെ എത്ര വലിപ്പത്തിലാണ് എന്നുള്ളത്. 1 ഇഞ്ച് നീളത്തിലാണ് മുറിച്ചെടുക്കാറ്. 1 ഇഞ്ച് എന്നൊക്കെ ഉള്ളത് അച്ഛമ്മയുടെ കണക്കാണ്, പണ്ട് തൊട്ടിട്ടേ ഉള്ള കണക്കാണ്. അപ്പോൾ ഇത്രയും വലിപ്പത്തിലാണ് ഞങ്ങൾ മാങ്ങ മുറിച്ചെടുക്കാറ്. ഇതിലും ചെറുത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് വീട്ടിൽ അച്ഛമ്മ ഉണ്ടാക്കി തരാറ്. അപ്പോൾ അതേ വലിപ്പത്തിൽ തന്നെ ഞങ്ങൾ മുറിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഞങ്ങളിതേ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം എന്താ അച്ഛമ്മ ഒഴിക്കണത്? ആദ്യം ഞങ്ങൾ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ല ബ്രാൻഡ് നല്ലെണ്ണ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഞങ്ങളിവിടെ ഇതേ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഉലുവയും കടുകും അതേപോലെ തന്നെ കായും കൂടി ചേർത്തിട്ട് നല്ലപോലെ വറുത്തിട്ട് പൊടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പൊ നല്ല ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം അടുത്തത് കായല്ല അച്ഛമ്മ ഇടാൻ പോണേ. കായ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കായ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അച്ഛമ്മയുടെ കൈക്കണക്കാണ്. അപ്പൊ അളവ് പറഞ്ഞുതരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കായം 1 കഷ്ണം കായാണ് കേട്ടോ ഇപ്പൊ എടുത്തിട്ടുള്ള. 1 കഷ്ണം കായം ഞങ്ങൾ ഇവിടെ ആദ്യം ചതച്ച് വെച്ചതായിരുന്നു. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇത് ഓരോന്നും വറുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണല്ലോ അച്ഛമ്മ ചെയ്യണേ. ഗ്യാസ് കുറച്ച് വെച്ചിട്ടാണ് ഓരോന്നും നമ്മൾ ചൂടാക്കണം. അപ്പൊ കായം ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാ, ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന്റെ കൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കണേ. ഉലുവ ഒക്കെ കണ്ടില്ല, ഒക്കെ അച്ഛമ്മയുടെ കൈയളവാണ്. അപ്പൊ എത്രയാണെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഏകദേശം ഒരു 2 സ്പൂണിന്റെ അടുത്ത് കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ഉലുവ, 1 സ്പൂൺ ഉലുവയും 1 ചെറിയ കഷ്ണം കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കാണ്. കായ ആദ്യം നല്ല കളർ മാറിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഉലുവ നല്ല ബ്രൗൺ കളറിൽ എടുക്കണം. ഉലുവ നല്ല വഴറ്റിയിട്ട് ബ്രൗൺ കളറാക്കി മാറ്റുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും മാറ്റി വെച്ച് വഴറ്റാല അച്ഛമ്മ. ഓരോന്ന് മാറ്റി വെച്ച് വഴറ്റുക. ഇവിടെ അച്ഛമ്മ എല്ലാതും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കാറ്. അപ്പൊ അതേപോലെ വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ കായ ഉലുവി നല്ല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഇപ്പോൾ ഉലുവിയും കായും നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം കേട്ടോ.
അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് അച്ചമ്മയുടെ അടുത്തുള്ള കരണ്ടിയിൽ ഒരു കരണ്ടി നല്ലെണ്ണ നമ്മൾ ചൂടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു കരണ്ടി നമ്മൾ അച്ചമ്മയുടെ കൈയളവിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഗ്യാസ് സിമ്മിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദേ ഉലുവയും കായും നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യുക, നമ്മുടെ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ പൊടിയാക്കിയിട്ട് പൊടിച്ചു കൊണ്ടുവരണം. അപ്പം ഞങ്ങളിതൊന്ന് പൊടിച്ചു കൊണ്ടുവരട്ടെ കേട്ടോ. ഞങ്ങളിപ്പോൾ വെച്ച എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി അടുത്തത് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. കടുക് ഒരു കൈയളവിനാണ് എടുത്തിട്ടുള്ളത്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടണം. കടുക് നല്ല പോലെ പൊട്ടിയതിന് ശേഷം കടുക് ഇപ്പം നല്ല പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കേട്ടോ. ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അളവ് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ കരണ്ടിക്ക് ഇടുന്ന അളവേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ മുളക് പൊടിക്ക് അത്യാവശ്യം കുറച്ച് എരിവും ഉണ്ട്, നല്ല കളറും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അത്രയും ഇട്ടാൽ മതി. ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാസ് സിമ്മിൽ വെച്ച് കൊടുക്കുക. ഇനി അടുത്തത് ഇടാൻ പോകുന്നത് കല്ലുപ്പ് ഇടാൻ പോവാ കേട്ടോ. കല്ലുപ്പ് ഒരു കൈയളവിന് അതേ അത്രയും കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയുപ്പ് ചേർക്കേണ്ടവർക്ക് പൊടിയുപ്പ് ചേർക്കാം. ഇപ്പം ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മാങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഈ മിക്സിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ മുളക് പൊടി മഞ്ഞപ്പൊടിയും കടുകും കറിവേപ്പിലും ഒക്കെ ചേർത്തതിൽ നല്ല പോലെ മാങ്ങ ആ മസാലയിൽ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതേ അച്ഛമ്മ അവിടെ അത് മിക്സാക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇത് പോയിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ഉലുവയും കായും അരച്ചതാണ്, പൊടിച്ചതാണ് കേട്ടോ. അരച്ചതല്ല, പൊടിച്ചെടുത്തതാണ്. മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് അച്ഛമ്മയുടെ അടുത്ത് കൊടുക്കാം കേട്ടോ. ഗ്യാസ് സിമ്മിൽ തന്നെയാണ് ഇരിക്കണേ. മാങ്ങ ഇപ്പം മിക്സിയിൽ നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉലുവയും കായും പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ട്, അതായത് ഉലുവയും കായും പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഇതുവരെ ഓഫ് ആക്കിയിട്ടില്ല. ഗ്യാസ് സിമ്മിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകണേ നമ്മളുടെ കയ്യിലുള്ള നല്ലെണ്ണ അതിന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതിലൊഴിച്ച് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുക. അച്ചമ്മയുടെ കയ്യിൽ തുണി കണ്ടിട്ട് ഇത് എന്താ തുണി പിടിച്ചിരിക്കണേ എന്നുള്ളത് ആലോചിക്കുന്നുണ്ടാവും. അച്ചമ്മ ഇപ്പോൾ അത് മറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇടുക്കി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഉപയോഗിക്കുക. ഇവരൊക്കെ പ്രായമുള്ള ആൾക്കാർ പണ്ട് മുതലേ ശീലിച്ചത് തുണിയാണ്. നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ ഇപ്പോഴും നമ്മളുടെ അടുത്ത് തുണി എന്നൊക്കെ പറയണ ഇതുണ്ടായിരിക്കും. ഇവരൊക്കെ അത് കൈക്കല തേപ്പ് അങ്ങനെയൊക്കെയാണ് പറയാറ്. കൈക്കല എന്നാണ് പറയാറ്. അപ്പോൾ അത് കൈ വെച്ചിട്ടാണ് പണിയൊക്കെ ചെയ്യുന്നത്. ഇടുക്കിയൊന്നും അവർക്ക് ശരിയാവില്ല. അപ്പം ഇനി അടുത്തതായിട്ട് അച്ചമ്മ നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. നല്ലെണ്ണ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ മാങ്ങാച്ചാർ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. അച്ചമ്മ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് കിട്ടും ചെയ്യും. അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നുള്ളത് ഈശ്വരന് മാത്രമേ അറിയൂ. നമ്മളെ സ്പെഷ്യൽ അച്ചമ്മ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലിനി കുറച്ചും കൂടി നല്ലെണ്ണ പാർന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും കേടുവരാതെ വെക്കും. പിന്നെ ഇതിൽ സുർക്ക, അതായത് വിനാഗിരി ഒഴിക്കണം എന്നുള്ളവർക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അല്ലേ അച്ചമ്മ? 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞങ്ങൾ അധികം ചേർത്ത് കൊടുക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ സുർക്കയോ അല്ലെങ്കിൽ വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുക്കാറുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇത് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമായാലും എന്ത് മിക്സ് ആണെങ്കിലും വെള്ളം ഇല്ലാത്തതായിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ അത് കേടുകൂടാതെ ഒരുപാട് വർഷം നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോഴും ഞങ്ങൾ അച്ചമ്മ മിക്സ് ആക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. കാരണം മസാലകളൊക്കെ നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് നമ്മൾ വെയിലത്ത് വെക്കില്ലേ അച്ചമ്മ? വെയിലത്ത് വെച്ചാൽ അത്രയും നല്ലത്. വെയിലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഒരു മണിക്കൂർ വെയിലത്ത് വെക്കാറുണ്ട്. ഇന്നാണ് ഇപ്പം ഉണ്ടാക്കിയതെങ്കിൽ നാളെ ഞങ്ങൾ 1 മണിക്കൂർ വെയിലത്ത് വെക്കും. അപ്പം നല്ലൊരു ടേസ്റ്റ് ആ മാങ്ങയ്ക്ക് ഉണ്ടാവും. ആ വെയിലത്ത് കിടന്ന വാടിയതിൻ്റെ ടേസ്റ്റ് മൊത്തം ആ മാങ്ങയിലേക്ക് ഇറങ്ങി മാങ്ങാച്ചാർ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളുടെ അച്ചമ്മ സ്പെഷ്യൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ? അപ്പം ടേസ്റ്റ് നോക്കാൻ ഇവിടെ അച്ചമ്മയുടെ പ്രിയതമൻ നമുക്ക് നമ്മളെ അപ്പപ്പേനെ ഒന്ന് ക്ഷണിക്കാം കേട്ടോ. അതെ, അച്ചമ്മയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാർ ടേസ്റ്റ് നോക്കാം. കണ്ണനും അപ്പപ്പയൊക്കെ ഇത് ഓടി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കൊടുക്കൂ, നോക്കട്ടെ ടേസ്റ്റ്.
സ്പൂണുകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കും. മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടോ പാപ്പേ? നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട് പറയുന്നുണ്ട്. വെറുതെ പറയല്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാളെ വെയിലത്തും കൂടി വെച്ച് 2 ദിവസം കൂടി കഴിഞ്ഞത് നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും. കാരണം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കണ്ണന് കുറച്ച് പോലും കിട്ടിയിട്ടില്ല. കണ്ണൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ണൻ പറയുന്ന കാര്യമാണ്. കുറച്ച് പോലും കിട്ടിയിട്ടില്ലെങ്കിൽ കയ്യിൽ തരുമോന്ന് ചോദിക്കണതാണ്. ഇനി കഴിച്ചു നോക്ക് ടേസ്റ്റ് ഉണ്ടോന്ന്. ഇവിടെ പറയൂ, ഇതിൽ വന്നെന്ന് പറയ്. സൂപ്പർ. അപ്പോൾ ഇനിയുമുള്ള ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ്, അച്ചമ്മയുടെ റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതിനു മുന്നേ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇനിയുമുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റുകയുള്ളൂ.